ഇനി നമ്മൾ പോകുന്നത് എറണാകുളത്തേക്കാണ്. നമുക്കറിയാം, എറണാകുളം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കൂടിയാണ്. ഏറ്റവും കൂടുതൽ കമ്പനികൾ പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ്. നോക്കാം വ്യാവസായിക മേഖലകളിലെ ഈ സമരത്തിൻ്റെ പ്രതിഫലനം എങ്ങനെയാണെന്ന്. തിയോഫിനാണ് ചേരുക. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കൂടിയായ എറണാകുളം ജില്ല ഈ സമരത്തോട് പ്രതികരിക്കുന്നത്? എന്താണ് ആദ്യ മണിക്കൂറുകളിലെ പ്രതികരണം? തിയോഫിൻ. മനു, എറണാകുളത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഉള്ള സമരത്തിൽ, അതായത് 12 മണിക്ക് ആരംഭിച്ച സമരത്തിൽ സംയുക്തമായി തന്നെ എല്ലാ തൊഴിലാളി സംഘടനകളും തൊഴിലാളി പ്രതിനിധികളുമൊക്കെ സജീവമായി തന്നെ സമരത്തിൽ അണിചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി പലയിടത്തും പ്രതിഷേധ യോഗങ്ങൾ ആരംഭിക്കും. പ്രമുഖ ഈ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലുമൊക്കെ വികേന്ദ്രീകൃതമായിട്ടാണ് പ്രതിഷേധങ്ങൾ നടക്കുക. ഒപ്പം എറണാകുളം നഗരത്തിലും കൊച്ചി നഗരത്തിലും പ്രതിഷേധങ്ങൾ നടക്കും. നിലവിൽ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒന്നും ഇവിടെ ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. വളരെ ചുരുക്കം അത്യാവശ്യമെങ്കിൽ സർവീസ് ഉണ്ടാകാം എന്ന രീതിയിലുണ്ടെങ്കിൽ പോലും ബസ് സ്റ്റാൻഡുകളിലൊന്നും യാത്രക്കാരില്ല. KSRTC ബസ്സിലുമില്ല. സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വൈക്ക ഹബ്ബ് ഉൾപ്പെടെയുള്ള ബസ് സ്റ്റാൻഡുകളിലൊന്നും യാത്രക്കാരില്ല. ഹബ്ബിലൊക്കെ സ്വകാര്യ ബസ്സുകൾ നിറയെ ബസ്സുകളെല്ലാം നിരത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മനുഷ്യർ പോലും അവിടെ എങ്ങുമില്ല. രാവിലെ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്കത് കാണിക്കാനും കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ സ്വകാര്യ ബസ് സമരമായിരുന്നതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ ഈ ബസ്സുകളെല്ലാം സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡുകളിൽ വൈറ്റില ഹബ്ബിൽ ഉൾപ്പെടെ നിർത്തിയിട്ടിരിക്കുന്നു. ബസ്സുകളും ഈ ടാക്സികളും ഓട്ടോറിക്ഷകളും ഒന്നും സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് കൊച്ചിയിൽ ഓടുന്നത്. നമുക്കറിയാം, കൊച്ചിയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് പല അത്യാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, അതുപോലെ വിമാനത്താവളമൊക്കെ ഉള്ളതുകൊണ്ട് അവിടേക്കൊക്കെ പോകേണ്ടവർ, അങ്ങനെയുള്ള സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. പൊതുവെ അതായത് പൊതുമേഖലയിലുള്ള വാഹനങ്ങളൊന്നും സർവീസ് നടത്തുന്നില്ല. കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഹോട്ടലുകൾ പോലും പലയിടത്തും പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. എന്തായാലും സമരം കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഏറ്റവും പ്രധാനമായി സമരം. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തൊഴിലാളി സംഘടനകളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായി BMS പോലെയുള്ള സംഘടനകൾക്ക് ഇതിൽ പ്രതിഷേധവുമായി പരസ്യമായി രംഗത്ത് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മാനസികമായി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് BMSകാർ ഉൾപ്പെടെ. അതും എടുത്തു പറയേണ്ടതാണ്. കാരണം തൊഴിലാളി വിരുദ്ധ നിലപാടിനോട് അവർക്കും വിയോജിപ്പുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ അവർക്ക് സമരത്തിന് ഇറങ്ങാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് അവരുടേത്. അത് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. എങ്കിൽ കൂടി തൊഴിലാളി സമരത്തിന് പ്രത്യേകിച്ച് തൊഴിലാളി വിരുദ്ധ നയം, കർഷക വിരുദ്ധ നയങ്ങൾ, ഇതിനെതിരെയാണ് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും ചേർന്ന് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുന്നത്. എന്തായാലും വ്യാപകമായി പ്രതിഷേധമുണ്ട്. പ്രധാന എറണാകുളം ബോട്ട് ജെട്ടി പരിസരം, അതോടൊപ്പം പാലാരിവട്ടം, കാക്കനാട്, ഈ ജില്ലാ ആസ്ഥാന കേന്ദ്രമിരിക്കുന്ന കാക്കനാട് മേഖല, ഒപ്പം മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, തൃപ്പൂണിത്തുറ, അതുപോലെ തന്നെ പിറവം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം, അങ്കമാലി, കാലടി, ഇവിടെയെല്ലാം വ്യാപകമായി തന്നെ എല്ലായിടത്തും പ്രതിഷേധമുണ്ട്. എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും പ്രത്യേകം പ്രതിഷേധ കൂട്ടായ്മകളുണ്ട്. ഒപ്പം തന്നെ പ്രമുഖ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ BSNL, പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിലെല്ലാം ചെറിയ പ്രതിഷേധ കൂട്ടായ്മകൾ ഉണ്ടാകും. എല്ലാം ഒരു 9 മണി മുതൽ പലയിടത്തും പ്രതിഷേധങ്ങൾ സജീവമായി തുടങ്ങും. പ്രതിഷേധക്കാർ ഇത്തരം കേന്ദ്രങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഫാക്ടറികൾക്ക് മുന്നിൽ, ഏലൂരിൽ വ്യവസായ കേന്ദ്രത്തിലുള്ള FACT ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ഒക്കെ സമരങ്ങളുണ്ടാവും. IOC കൊച്ചിൻ റിഫൈനറിക്ക് സമീപം അവിടെയും സമരമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തൊഴിലാളികളുടെ ഒരു പ്രതിഷേധം എല്ലായിടത്തും ഇന്ന് അലയടിക്കും. തൊഴിലാളികൾ ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു. സമരം നേരത്തെ അറിയിച്ചിരുന്നത് കൊണ്ട് തന്നെ പൊതുജനങ്ങളും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. പലപ്പോഴും ബസ്സുകൾ ആവശ്യമാണെങ്കിൽ സർവീസ് നടത്തുന്നെങ്കിൽ കൂടി KSRTC ബസ് സ്റ്റാൻഡിലൊന്നും ഒരു ആളില്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ അത്യാവശ്യ യാത്രകളുള്ളവർ മാത്രമാണ്. മറ്റുള്ളവരെല്ലാം യാത്രകളും ഒഴിവാക്കുകയും ഈ സമരത്തോട് സഹകരിക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായും ഈ തൊഴിലാളികളെ അതായത് വർഷങ്ങളോളം തൊഴിലാളി സംഘടനകൾ സമരം നടത്തി നേടിയെടുത്ത പല തൊഴിലാളികളുടെ അവകാശങ്ങളും ഹരിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. ഒപ്പം മിനിമം വേതനം 26,000 രൂപയാക്കുക എന്ന ആവശ്യം, ഇത്തരം ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. ഈ സമരത്തിന് സർവീസ് സംഘടനകളും പെൻഷനേഴ്സിൻ്റെ സംഘടനകളും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലയിലുള്ള തൊഴിലാളികളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനു. തിയോഫിൻ, കൊച്ചിയിൽ നിന്ന് വ്യാവസായിക നഗരത്തിൻ്റെ സമര വിവരങ്ങളാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്.